അന്വേഷണം നടത്തേണ്ടത് CBI ആണ്. കാരണം ഇറ്റ്സ് ഓൺലി എ ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ്. ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് ചെറിയ കാര്യങ്ങൾ മാത്രമേ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനേക്കാൾ ഭീകരമായ കാര്യങ്ങൾ ഈ കോക്കസ്, ഈ ഉപജാപക സംഘം നടത്തിയിട്ടുണ്ട്. കേരളം ഞെട്ടാൻ പോകുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ക്രിമിനലുകളുടെ താവളമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഒരു നിമിഷം പോലും മുഖ്യമന്ത്രി ആ കസേരയിലിരിക്കാൻ യോഗ്യനല്ല. ഇത് CBI അന്വേഷണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെച്ച് ഇറങ്ങിപ്പോകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇതിനേക്കാൾ വലിയ ആരോപണം ഒരു മുഖ്യമന്ത്രിക്ക് നേരിടാൻ എന്താ ഉള്ളത്? കേരളം ഭരിച്ച ഏതെങ്കിലും മുഖ്യമന്ത്രി ഇതുപോലെ ഒരു ആരോപണം നേരിട്ടിട്ടുണ്ടോ? ഇതുപോലെ നാണം കെട്ട ആരോപണം, സ്വർണ്ണക്കള്ളക്കടത്തും സ്വർണം പൊട്ടിക്കലും അതുമായി ബന്ധപ്പെട്ട തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൊലപാതകം ഉൾപ്പെടെ കാര്യങ്ങളാണ്. 2 കൊലപാതകങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2 കൊലപാതകങ്ങൾ, സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട 2 കേസിൽ തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി 2 കൊലപാതകങ്ങൾ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആസൂത്രണം ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനേക്കാൾ ഇന്ത്യയിലെ ഏത് മുഖ്യമന്ത്രിക്കെതിരായി ഇത്രയും ഗുരുതരമായ ആരോപണം വന്നിട്ടുണ്ട്? ഇന്ത്യയിലെ ഏത് മുഖ്യമന്ത്രിക്ക് വന്നിട്ടുണ്ട്? ഇദ്ദേഹത്തിന് നാണമുണ്ടോ? അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ ആ പാർട്ടിയിൽ നട്ടലുള്ള ഒരുത്തരുണ്ടോ? ഇത് ചോദിക്കാൻ ഞാൻ CPM-ൽ എത്രയും ഗുരുതരമായ ആരോപണമാണ്. ഇങ്ങനെ ഭയന്ന് കഴിയുകയാണ് അവരെല്ലാവരും. ഇപ്പം ഇത് വളരെ കേരളം ഞെട്ടിപ്പോകുന്ന സംഭവം തന്നെയാണ്. ഈ അന്വേഷണം പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അൻവർ ഈ ഭരണകക്ഷി MLA പറഞ്ഞത് തെറ്റാണെങ്കിൽ അയാൾക്കെതിരെ നടപടിയെടുക്കുക. നിങ്ങൾ പറ, അത് തെറ്റാണ്, അയാൾക്കെതിരെ നടപടിയെടുക്കുക. അത് നടപടിയെടുക്കാൻ ധൈര്യമില്ല, പേടിയുണ്ട്. കാരണം അയാളുടെ കയ്യിൽ ഇനിയും വിവരമുണ്ട് എന്ന് അറിയാം. സർക്കാരിന് പേടിയുണ്ട്. ഇപ്പം അതുകൊണ്ട് ഭരണകക്ഷി MLA തൃപ്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അല്ല, മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ വിശ്വസ്തനാണ്. അതാണ് പ്രശ്നം. മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ വിശ്വസ്തനാണ്. മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെതിരായി എടുത്താൽ പൊങ്ങാത്ത ആരോപണം ഉന്നയിക്കാൻ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ ആളാണ് PV അൻവർ. കാരണം അദ്ദേഹം പാർട്ടി നേതാവാണ്, സഭാ നേതാവാണ്. അദ്ദേഹം അറിയാതെ ഒരു ഭരണകക്ഷി MLA പ്രതിപക്ഷ നേതാവിനെതിരെ ആരോപണം ഉന്നയിക്കില്ല. ഞാൻ അന്ന് ചോദിച്ചത് അതാണ് നിയമസഭയിൽ വെച്ച്. നിങ്ങളുടെ മുഖത്ത് നോക്കി ഞാൻ നിങ്ങളെ ഗതികേടോർത്ത് ഞാൻ കരയണോ അല്ലെങ്കിൽ ഈ ആരോപണം കെട്ടി ചിരിക്കണോ എന്ന് ചോദിച്ചത് ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചത്. ഞാൻ ഈ ആരോപണം ഉന്നയിച്ചല്ല. പിന്നെ ഇദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരായി രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചത് മുഖ്യമന്ത്രി പിണറായി ഒരു കോൺഗ്രസ് MLA ആണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അത് തള്ളി പറഞ്ഞേനെ, അയാളോട് മാപ്പ് ചോദിക്കാൻ പറഞ്ഞേനെ. കോൺഗ്രസ് MLA ആണ്, ഏതെങ്കിലും ഒരു മുതിർന്ന നേതാവിനെതിരായി ഇതുപോലൊരു ആരോപണം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അയാളെ കൊണ്ട് മാപ്പ് ചോദിപ്പിച്ചേനെ, ഒരു കോൺഗ്രസ് MLA കൊണ്ട്. ഇവിടെ എന്താ ചെയ്തത്? മുഖ്യമന്ത്രി അതിനെ ന്യായീകരിച്ചു, അൻവർ പറഞ്ഞതിനെ ന്യായീകരിച്ചു, ഇല്ലേ? അപ്പോൾ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിട്ടുള്ള ഒരാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പറയുക, താങ്കൾ ചോദിച്ച ചോദ്യം കറക്റ്റാണ്, അത് വിശ്വാസയോഗ്യമല്ലാത്ത ആരോപണമാണെങ്കിൽ അയാൾക്കെതിരെ അയാൾക്കെതിരായി നടപടിയെടുക്കട്ടെ. ഇപ്പം പറഞ്ഞത് എത്ര വലിയ ആളാണെങ്കിൽ നടപടിയെടുക്കുമെന്ന, ഇത് പണ്ടും പറഞ്ഞാണ്. ഇത് ആരോപണ വിധേയൻ മുഖ്യമന്ത്രിയാണ്. എന്തിനാ ശശിയുടെയും അജിത് കുമാറിൻ്റെയും നെഞ്ഞത്തോട്ട് കയറണത്? ആരുടെ ഓഫീസിലാണ്? ശശിയുടെ ഓഫീസാണോ ഇത് P ശശിയുടെ ഓഫീസാണോ? ഇത് അജിത് കുമാറിൻ്റെ ഓഫീസാണോ? അത് ശിവശങ്കറിൻ്റെ ഓഫീസാണോ? അത് പിണറായി വിജയൻ്റെ ഓഫീസാണ്, മുഖ്യമന്ത്രിയുടെ. മനസ്സിലായല്ലോ? അവിടെയാണ്, ആ ഓഫീസിനെതിരായിട്ടാണ് ആരോപണം വന്നിരിക്കുന്നത്. അതിന് ഉത്തരം പറയേണ്ട മുഖ്യമന്ത്രിയാണ്. വാ തുറക്കണം. എന്ത് പത്രസമ്മേളനമായിരുന്നല്ലോ കുറച്ച് ദിവസം, ഇപ്പം നിർത്തിയല്ലോ, മിണ്ടാട്ടം ഇല്ലല്ലോ. ഇത്രയും ഗുരുതരമായ ആരോപണം വന്നിട്ട് ഞാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു, ഒരു മാധ്യമ പ്രവർത്തകരെ ഒന്ന് ധൈര്യം ഉണ്ടെങ്കിൽ വന്നിട്ട് കണ്ട് തൻ്റെ ഓഫീസിനെതിരായി തനിക്കെതിരായി ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് എണ്ണി മറുപടി പറയേ. ഞാൻ വെല്ലുവിളിക്കുകയാണ്, ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്യും. അല്ലെന്നേ മുഖ്യമന്ത്രി തന്നെ മാറണമെന്ന് ആവശ്യപ്പെടുമ്പോൾ പിന്നെ അജിത് കുമാറിന് എന്ത് കാര്യം? ഇത് ഒരു കോക്കസ് അല്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിനു മുമ്പ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു ഉപജാപക സംഘം, അവരാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത്. കാരണം സ്വർണ്ണക്കള്ളക്കടത്ത് വരെയാണ് അവരുടെ പരിപാടി.
അത് MR അജിത് കുമാർ മാത്രമല്ലല്ലോ അന്വേഷിച്ചത്, അത് 3 ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിച്ചു. 3 പേരും ഒരേപോലെയാണ് റിപ്പോർട്ട് കൊടുത്തത്. പിന്നെ CBIക്ക് ആരോപണം എഴുതി കൊടുത്ത് അന്വേഷിപ്പിച്ചു. CBI അന്വേഷിച്ചു. CBI കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ലേ കോടതിയല്ലേ ചെയ്തു, അല്ലാതെ ഇവരാരും അല്ലല്ലോ എക്സോണറേറ്റ് ചെയ്ത്, പോലീസൊന്നും അല്ലല്ലോ. ഒന്ന് കൊഴിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. അതായത് അൻവർ ഒന്ന് കൊഴിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഞാനിപ്പോഴും CPM തന്നെയാണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തതാണത്. ഇപ്പോഴും ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഭരണകക്ഷി MLA ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഇതുപോലൊരു ആരോപണം മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ട്? മുഖ്യമന്ത്രിക്കെതിരെയല്ലേ ഉന്നയിച്ചത്? ഞങ്ങൾ മുഖ്യമന്ത്രി മാറണമെന്ന് ആവശ്യപ്പെടുക, പിന്നെ എന്താ അജിത് കുമാർ അതിൽ ഉണ്ടാവില്ലല്ലോ. പുതിയ മുഖ്യമന്ത്രി വന്ന ആദ്യം അതിനർത്ഥം രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്നത്. ആരോപണം മുഖ്യമന്ത്രിക്കെതിരെയാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയാണ്. ധൈര്യമുണ്ടെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാനും വാർത്താ സമ്മേളനം നടത്താനുമാണ് പ്രതിപക്ഷ നേതാവ് വെല്ലുവിളിക്കുന്നത്.